ഇറാന്റെ ഭീഷണിക്ക് മുന്നിൽ അറബ് രാജ്യങ്ങൾ വിറച്ചു. അവർ സംഗതിയുടെ കിടപ്പ് വശം ട്രംപിനെ അറിയിച്ചു. ഇറാൻ ഭരണകൂടം ദുർബലമായി എന്ന് ഇപ്പോഴും വിചാരിക്കരുത് എന്നാണ് അറബ് രാജ്യങ്ങൾ ട്രംപിന് നൽകിയ പ്രധാന മുന്നറിയിപ്പ്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അറബ് ലോകം ട്രംപിന് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയത്. ഒപ്പം ഇറാൻ അവരുടെ അവസാന ആയുധമെടുത്ത് പ്രയോഗിക്കുമോ എന്നുള്ള ആശങ്കയും അറബ് രാജ്യങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തോട് പങ്കുവച്ചു. ഇതോടെ ട്രംപ് അല്പമൊന്ന് മയപ്പെട്ടു. അതിനിടെ ഖത്തറിന്റെയും ഒമാന്റെയും മധ്യസ്ഥ നീക്കങ്ങളുടെ ഭാഗമായി പ്രക്ഷോഭകാരികളിൽ ഒരാളെയും തൂക്കിലേറ്റില്ല എന്ന് ഇറാനും വ്യക്തമാക്കി. ഇതോടെ പശ്ചിമേഷ്യയിൽ നിന്ന് ശുഭകരമായ വാർത്തകളാണ് ഒടുവിൽ വരുന്നത്. അപ്പോഴും എങ്ങനെയെങ്കിലും അമേരിക്കയെ കൊണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള ഗൂഢ നീക്കങ്ങൾ തുടരുകയാണ് ഇസ്രയേൽ എന്നാണ് റിപ്പോർട്ട്. അല്ലെങ്കിൽ ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്നുള്ള പേടിയാണ് നെതന്യാഹുവിനുള്ളത്. അതുകൊണ്ട് തന്നെ തന്റെ വിമാനം പോലും ഇടയ്ക്കിടയ്ക്ക് രാജ്യത്തിന് പുറത്തേക്ക് നെതന്യാഹു മാറ്റുന്നുണ്ട്. ഇറാൻ ഭരണകൂടം ശിഥിലമായി എന്ന് വിചാരിക്കരുതെന്ന് അറബ് രാജ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച 4 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അത് ഇറാന്റെ മിസൈൽ പ്രഹരശേഷി മാത്രമല്ല, ഇറാൻ അകത്തുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്.